ഹത്രസ് ദുരന്തത്തിൽ മുഖ്യ സംഘാടകൻ ദേവപ്രകാശ് മധുകർ അറസ്റ്റിൽ. യു.പി. പോലീസ് ഇന്നലെ രാത്രിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ആൾദൈവം ദോലെ ബാബ ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്നും ചേർന്നു. സ്വാതി, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ഇതിൽ അറസ്റ്റിലായ ആൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഈ പങ്കിനെ കുറിച്ചും മാത്രമല്ല ഇതിലുണ്ടായ വീഴ്ച, ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഇത്രയധികം ആളുകൾ അവിടെ എത്തിയതിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നതിനൊക്കെയും ഒരു വിശദീകരണം ലഭ്യമാകുന്നുണ്ടോ? പ്രിയ, എന്തായാലും ഈ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്നിട്ടുള്ളത് ഏറ്റവും ദുരന്തപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ മതപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് എത്തിയ ആളുകളാണ് തിരക്കിലും 21ഓളം ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ ഒരു സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്ന് യു.പി. സർക്കാർ പറയുമ്പോൾ പോലും ഇതിലെ പ്രധാന ആൾദൈവം എന്ന് പറയുന്ന ഭോലെ ബാബയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിനെതിരെ ഒരു FIR പോലും ചുമത്താൻ യു.പി. പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതുമാണ് വലിയ ആക്ഷേപമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ്, അതായത് ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന സംഘാടകൻ കൂടിയായിട്ടുള്ള ദേവപ്രകാശ് മധുകർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് ചെന്ന് കീഴടങ്ങുകയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ FIR രേഖപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ 6 പേർക്ക് എതിരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന, അല്ലെങ്കിൽ പ്രധാന സംഘാടകനായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് മധുകർ. ഈ പരിപാടിയുടെ പ്രധാന സംഘാടകനായിരുന്നു. ഭോലെ ബാബയുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട, മധുകർ നേരത്തെ ഒളിവിലായിരുന്നു. ഭോലെ ബാബ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഈ രാഷ്ട്രീയ സ്വാധീനം യു.പിയിലടക്കം ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ശരി, ഹത്രാസിൽ അന്വേഷണം ഊർജിതമായി മുൻപോട്ട് പോകുന്നു. വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്.